വികാരനിർഭരമായ ഓർമ്മകളാണ് അമ്മയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. മോഹൻലാലിന് മാത്രമല്ല, സിനിമാ ലോകത്തെ വളരെയധികം എല്ലാവർക്കും തന്നെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മയായിരുന്നു ശാന്തകുമാരി. തൻ്റെ അമ്മയെക്കുറിച്ച് വൈകാരികമായ പല കുറിപ്പുകളും മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിലൊരു കുറിപ്പ് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ്. ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തലോടും, തലയൊന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടി തന്നതുപോലെ ഞാൻ അമ്മയ്ക്ക് ഉരുള നൽകും. ഞാനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ, ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാകുന്നത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ഞാനതിൽ എന്നെ കാണുന്നു, മനുഷ്യജീവിതം കാണുന്നു. ഇത്തരത്തിലേറെ വൈകാരികമായ കുറിപ്പുകളാണ് അമ്മയെക്കുറിച്ച് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണെന്ന് സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ജിജീഷ് തുടരുന്നെന്ന് മനസ്സിലാക്കുന്നത്. ജിജീഷ് പറയൂ. അത് ഓർമ്മകളിൽ പങ്കുവയ്ക്കുകയും അമ്മയോടൊപ്പമുള്ള ആ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവച്ചത് എന്നും അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം ആനന്ദകരമാക്കിയതെന്നും അതെത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സ് നിറച്ചിരുന്നു എന്നും ഇപ്പോൾ വായിച്ച ആ വരികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ എഴുതിയ എത്രയോ കുറിപ്പുകളുണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വാക്കുകൾ അദ്ദേഹത്തിന് ഉണ്ട്. സംസാരിച്ചാൽ പറയാൻ തീരാതെ. കാരണം അദ്ദേഹത്തിന്റെ കരിയറിന്റെ മുന്നോട്ടുള്ള വികസന യാത്രയിലാണെങ്കിലും ജീവിത വഴികളിലാണെങ്കിലും ബാല്യകൗമാരങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് പോയ ഒരു മകൻ. മകൻ അമ്മ ഈ ഒരു അവസ്ഥയിലായപ്പോൾ, അതായത് പക്ഷാഘാതം വന്ന് അമ്മയുടെ ആരോഗ്യസ്ഥിതി ക്ഷയിച്ച ഒരു ഘട്ടത്തിൽ അപ്പോൾ സ്വാഭാവികമായും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അമ്മയ്ക്കരികിൽ ഓടിയെത്തുക, പരമാവധി അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കുക. തന്റെ തിരക്കുകൾ അത് അമ്മയ്ക്ക് അറിയാമെന്ന് മോഹൻലാലിനും അറിയാം. തന്റെ ജീവിത തിരക്കുകൾ, സിനിമാ മേഖലയിലെ തിരക്കുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളെല്ലാം തന്നെ. കാരണം അമ്മ തന്റെ കരിയർ ആഗ്രഹിക്കുന്ന ആളാണ്, അമ്മ തന്റെ വിജയം ആഗ്രഹിക്കുന്ന ആളാണ്, അമ്മ തന്റെ നന്മകൾ ആഗ്രഹിക്കുന്ന ആളാണ്. ആ അമ്മയ്ക്ക് താൻ മുന്നോട്ട് പോകുമ്പോൾ താൻ കടന്നു വന്ന വഴികളിൽ മാത്രമല്ല മുന്നോട്ടുള്ള വഴികളിൽ കൂടി കുതിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയ്ക്ക് തന്റെ തിരക്കുകൾ മനസ്സിലാകുമെന്ന് മോഹൻലാലിന് അറിയാമായിരുന്നു. എന്നാൽ അതിനുമപ്പുറം സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം ആ അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തും. അത് ഏത് നല്ല ദിവസമാണെങ്കിലും, ആഘോഷ ദിവസങ്ങളാണെങ്കിലും, വിശേഷ ദിവസങ്ങളാണെങ്കിലും, ജീവിതത്തിന്റെ മറക്കാനാകാത്ത നന്മകൾ, ജീവിതത്തിന്റെ മറക്കാനാകാത്ത മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും ആ അമ്മയില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല, ആ അമ്മയെ അറിയിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ അസുഖബാധിതയായ അമ്മയ്ക്ക് തിരികെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല മകനോട്. പക്ഷേ ആ വാക്കുകൾ പോലും എന്താണ് അമ്മ മനസ്സുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വായിച്ചെടുക്കാൻ മോഹൻലാൽ എന്ന അതുല്യ നടന്, മനുഷ്യ സ്നേഹിക്ക്, അമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്ന മകന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വാക്കുകളിൽ എപ്പോഴും അമ്മ നിശബ്ദയായിരിക്കുമ്പോൾ പോലും അമ്മ തന്നോട് പറയാതെ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അദ്ദേഹം എഴുത്തുകളായി മുന്നോട്ട് വയ്ക്കുന്നത്, കുറിപ്പുകളായി മുന്നോട്ട് വയ്ക്കുന്നത്, എഴുതിയാൽ തീരാത്ത വാക്കുകളായി അമ്മ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത് എല്ലാം ആ വാക്കുകളിൽ കാണാം, ആ കുറിപ്പുകളിൽ കാണാം. അങ്ങനെയുള്ള ആ മകനെ ഓരോ മരണവും, ഓരോ വിടവാങ്ങലും, തന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി അല്ലെങ്കിൽ വിടവാങ്ങിയ ഘട്ടത്തിൽ സഹോദരന്റെ ആണെങ്കിലും എല്ലാം തന്നെ, അച്ഛന്റെ ആണെങ്കിലും സഹോദരന്റെ ആണെങ്കിലും എല്ലാം തന്നെ ആ വിടവാങ്ങൽ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിനെയെല്ലാം അതിജീവിക്കാൻ മോഹൻലാലിന് പിന്നെ ഒരു കരുത്ത് പകർന്നത് ആ അമ്മയായിരുന്നു. ഒടുവിൽ അമ്മയും വിടവാകുമ്പോൾ, ഒടുവിൽ അമ്മയും ഇനി തനിക്ക് ശക്തി പകരാനില്ല എന്ന് അറിയുമ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ആ മനസ്സ്, എത്രമാത്രം പിടയുന്നുണ്ട് ആ മനസ്സ് എന്നത് വാക്കുകൾക്കതീതമാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ആഴങ്ങളുള്ളതാണ് ആ വാക്കുകൾ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മൗനമായിരിക്കുമ്പോഴും മൃതദേഹത്തിനരികിൽ മൗനമായി നിൽക്കുമ്പോഴും മൗനമായി ഇരിക്കുമ്പോഴും ആ മൗനത്തിലുമുണ്ട് ആഴ്ന്നിറങ്ങിയ ദുഃഖം എന്ന കനീഭവിച്ച ദുഃഖത്തിന്റെ നിഴലുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള മോഹൻലാൽ അദ്ദേഹത്തിന് ഈ ഒരു വിയോഗം
നടൻ മമ്മൂട്ടി അടക്കമുള്ള അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് മമ്മൂട്ടി. പല തവണ ഈ ആരോഗ്യാവസ്ഥയിൽ ആ അമ്മയെ കാണാൻ വേണ്ടി, ശാന്തകുമാരിയെ കാണാൻ വേണ്ടി മമ്മൂട്ടിയുടെ വന്നിട്ടുണ്ട്. ആരോഗ്യ വിവരങ്ങൾ സ്ഥിരമായി മോഹൻലാലിനോട് തിരക്കുമായിരുന്നു. അമ്മയുടെ വിശേഷങ്ങൾ ഓരോന്നും സ്വന്തം അമ്മയുടേതെന്ന് പോലെ തന്നെ തിരക്കുമായിരുന്ന മകൻ, അല്ലെങ്കിൽ തിരക്കാറമായ മറ്റൊരു മകൻ എന്ന് പറയാവുന്ന മമ്മൂട്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ, അമ്മയെ ഒരു നോക്ക് കാണാൻ, മോഹൻലാലിന്റെ അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ എത്രയെത്രയോ സുഹൃത്തുക്കൾ അതിൽ ചലച്ചിത്ര മേഖലയിലെ തുല്യ പ്രതിഭകളുണ്ട്. ഇപ്പോൾ പറഞ്ഞ മമ്മൂട്ടിയെ പോലെ എത്രയോ അതിലെ പ്രതിഭകൾ, ഒപ്പം പ്രവർത്തിച്ചവർ, ഒപ്പം നടന്നവർ, ഒപ്പം നീങ്ങിയവർ, അങ്ങനെ ഒരു ഒരു ചരിത്രത്തിന്റെ നിയോഗമായി മാറിയ അവരെല്ലാവരും തന്നെ. കാരണം അവർക്ക് എല്ലാവർക്കും മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മ തന്നെയായിരുന്നു. അവിടെ അമ്മ വിളമ്പിയത് സ്നേഹത്തിന്റെ വിരുന്നുകളായിരുന്നു. ഓരോ തവണയും ഈ വീട്ടിലെത്തുമ്പോൾ ആ അമ്മ സുഹൃത്തുക്കൾക്ക് മുന്നിൽ വിളമ്പിയ നന്മയുടെ, സ്നേഹത്തിന്റെ വിരുന്നുകൾ അവർക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ആ ഓർമ്മകൾ പങ്കുവെച്ചും ആ ഓർമ്മകളിൽ നിറഞ്ഞും തന്നെ ആയിരിക്കണം ഇവിടെ എത്തുന്ന ഓരോ ആളുകളും. അത് മമ്മൂട്ടിയാണെങ്കിലും മറ്റ് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും സിനിമാ മേഖലയിലെ മറ്റ് സഹപ്രവർത്തകരാണെങ്കിലും എല്ലാവരും തന്നെ അവരിവിടെ വന്ന് ആ ഭൗതിക ശരീരത്തിനരികിൽ അല്പനേരം നിൽക്കുമ്പോൾ അവരുടെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്നത് ശാന്തകുമാരി എന്ന നല്ല അമ്മയിൽ, മോഹൻലാലിന്റെ നല്ല അമ്മയല്ല, തങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ആ അമ്മയെ തന്നെയായിരിക്കും. ആ ഓർമ്മകളായിരിക്കും അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുക, വിങ്ങി നിൽക്കുക എന്നത് തർക്കരഹിതമായ കാര്യമാണ്. ആ ഒരു മനസ്സുകളുമായി തന്നെയാണ് അവരെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. അമ്മ കൂടി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ദുഃഖങ്ങളെല്ലാം പങ്കുവച്ചിരുന്ന, തന്റെ സന്തോഷങ്ങളെല്ലാം ഓടി വന്ന് പറയുമായിരുന്ന ആ മറുവാക്ക് കേൾക്കാൻ കൊതിച്ചിരുന്നെങ്കിലും ആ ഒരു മറുവാക്ക് ഒരു ഘട്ടത്തിലും ലഭിക്കില്ല അമ്മയുടെ അസുഖസ്ഥിതിയിൽ എന്ന് അറിഞ്ഞിട്ടും അമ്മയോട് കാര്യങ്ങൾ പറയുന്ന, മറുപടിയില്ലാത്ത ഘട്ടത്തിൽ പോലും അങ്ങോട്ട് പറയാനുള്ള ഓരോ കാര്യങ്ങളും അമ്മയ്ക്ക് മുന്നിൽ പറഞ്ഞ് ആ മൗനം, അമ്മയുടെ മൗനം പോലും തന്നോടുള്ള ഒരുപാട് വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മകൻ, ആ മകൻ എങ്ങനെയാണ് അമ്മയുടെ വിയോഗം താങ്ങാനാകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. ആ ഒരു ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് അമ്മയെ കണ്ട് അവരുടെ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നത്. മോഹൻലാൽ എന്ന നടന് എപ്പോഴും അതിനുള്ള ആ ഒരു മനഃശക്തി ഉണ്ടാകട്ടെ. ഈ ഒരു വിയോഗം നികത്താനാവാത്ത, പരിഹരിക്കാനാകാത്ത, മറക്കാനാകാത്ത ആ വിയോഗം അത് അതിജീവിക്കാൻ കഴിയും. ഓർമ്മകൾ അങ്ങനെ തങ്ങി നിൽക്കുമ്പോഴും വിയോഗം ആ ഒരു ശക്തിയിൽ നിൽക്കുമ്പോഴും മറക്കാൻ കഴിയില്ലെങ്കിൽ കൂടി അതിനെ അതിജീവിച്ചുകൊണ്ട് ആ ദുഃഖങ്ങളെ അകറ്റിക്കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ യോഗം അവിടെ ഉണ്ടാകുന്നു. മോഹൻലാൽ എന്ന അതുല്യ നടന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും മരണശേഷം നടൻ്റെ എല്ലാമായിരുന്ന അമ്മയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. ആദ്യകാല സിനിമകൾ അഭിനയിച്ച് കാണിച്ച പല ചേഷ്ടകളും വീട്ടിലും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാറുള്ള മകനാണ് മോഹൻലാൽ എന്ന് അമ്മ പണ്ടൊരിക്കൽ പറഞ്ഞതിപ്പോൾ ഓർക്കുന്നു. 10 വർഷം മുൻപായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് പക്ഷാഘാതമുണ്ടായത്. അതിനുശേഷമാണ് ആരോഗ്യനില മോശമായതും ചികിത്സയിലായിരുന്നതും. മോഹൻലാലിനെ സംബന്ധിച്ച് ആ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കുറിപ്പുകളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ചാരിറ്റി സംഘടനയായ വിശ്വശാന്തി ഫൗണ്ടേഷൻ അമ്മയുടെയും അച്ഛൻ്റെയും പേരുകൾ ചേർത്തുകൊണ്ടുള്ളതാണ്.